മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സമധാനി ഈ മതേതരത്വം തുളുമ്പിക്കുന്നത് നിങ്ങൾ കേട്ടോ? ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് കേട്ടു നോക്കൂ. ചിലരൊക്കെ പറയാറുണ്ട് മതം വന്ന് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന്. അല്ല, രാഷ്ട്രീയം ഹൈജാക്ക് ചെയ്യുകയാണ്. രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം മതത്തെ, സംസ്കാരത്തെ, മനുഷ്യന്റെ ആന്തരികത്തെ പോലും പിടികൂടുകയും അതിനെ പിടിച്ചടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം. രാഷ്ട്രീയത്തിന് വൈരവും വിദ്വേഷവും എതിർപ്പും ശത്രുവും ആവശ്യമായിരിക്കാം. അതൊരിക്കലും ആവശ്യമില്ലാത്ത ഒന്നാണ് മതം. മതത്തിന്, രാഷ്ട്രീയത്തിന് ശക്തി ആവശ്യമായിരിക്കാം, മതത്തിന് ഭക്തി ആവശ്യമുള്ളൂ. ഒരു ഭക്തി പ്രകടനം പോലും മതത്തിന് ആവശ്യമില്ല. എന്നിട്ടല്ലേ ശക്തി പ്രകടനം? ഭക്തി അകത്തുണ്ടായാൽ മതി, അത് പ്രകടിപ്പിക്കാനുള്ളതല്ല. ആ രീതിയിൽ ലോകത്ത് മനുഷ്യൻ അവന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുമാറാണ്. നിങ്ങൾ കേട്ടില്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് സമധാനി പ്രസംഗിച്ചതിന്റെ ഒരു ചെറിയൊരു ഭാഗ. ഈ സമധാനി ഇതൊക്കെ പൊതുസമൂഹത്തോടാണ് വിളിച്ചു പറയേണ്ടത്, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഏതെങ്കിലും ഒരു റൂമിലേക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ടൊരു ക്ലാസ് എടുത്തു കൊടുത്തിട്ട് മുസ്ലിം ലീഗ് എന്ന പാർട്ടി അങ്ങ് ആദ്യം പിരിച്ചുവിടുക. എന്നിട്ട് പോരെ ഇങ്ങനത്തെ കോപ്പിലെ പ്രസംഗങ്ങളൊക്കെ? ജാതിയ മതം രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്യുന്നു. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? പാണക്കാട് തങ്ങൾ തന്നെ ഇവരുടെ പാർട്ടിയുടെ പ്രസിഡന്റിന്റെ ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ആ ഹരിത പതാകയുടെ തണലിൽ നമുക്ക് എന്നും ഉണ്ടാവും. അർഷിന്റെ തണലിലേക്ക് വരെ ഈ ഹരിത പതാകയുടെ തണൽ മുസ്ലിം സമുദായത്തെ നയിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ കേട്ടില്ലേ? ഹർഷിന്റെ തണലിലേക്ക് പോലും എത്തിക്കും ഹരിത പതാക പിടിച്ചവരെ മാത്രം. നിങ്ങൾ കേട്ടില്ലേ? പാച്ചക്ക മതം വിറ്റ് തന്നെയാ മുസ്ലിം ലീഗ് മുന്നോട്ട് വന്നത്. ആ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊക്കെ പൊതുവേദികളിലൊക്കെ എത്തിയിട്ട് മതേതരത്തൊക്കെ പ്രസംഗിക്കുന്നത് കാണുമ്പോ പൂച്ഛിച്ച് തള്ളാനാ ബോധമുള്ള മലയാളികൾക്ക് തോന്നുക. സമധാനി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞതാ, മതം, ഈ പറയുന്ന രാഷ്ട്രീയം മതത്തെ അങ്ങനെയാക്കുന്നു, ഹൈജാക്ക് ചെയ്യുന്നു, സംസ്കാരത്തെ ഇതൊക്കെ തന്നെ കുളമാക്കുന്നത് ആരാ? മതത്തെ പച്ചക്ക് ഉപയോഗിക്കുന്നത് ആരാ? നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗ്. രാജ്യത്തെ ഏക മത പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. നമ്മുടെ നാടിനെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇത് ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല. മുസ്ലിം ലീഗിന്റെ 22 MLA-മാരുടെ പേരൊന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. AK അഷ്റഫ്, CK കാസിം, ഫാത്തിമ തഹ്ലിയ, ഫൈസൽ ബാബു, കല്ലട്ര മാഹിന്, KM ഷാജെ, കുറുക്കോളി മൊയ്തീന്, മഞ്ഞളാംകുഴി അലെ, MA റസാഖ് മാസ്റ്റർ, M റഹ്മത്തുള്ള, നജീബ് കാന്തപുരം, N ഷംസുദ്ദീന്, പാറക്കൽ അബ്ദുള്ള, PK ബഷീർ, PK ഫിറോസ്, PK കുഞ്ഞാലിക്കുട്ടി, PK നവാസ്, PMA സമീർ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങള്, TP അഷ്റഫ് അലി, TV ഇബ്രാഹിം, VE അബ്ദുൽ ഗഫൂർ. ഒരു മതത്തിലുള്ള ആളുകളെ മാത്രം MLA-മാര്, ഒരു മതത്തിലുള്ള ആളുകൾ മാത്രമേ MLA-മാരുള്ളൂ നമ്മുടെ കേരളത്തില്. നമ്മുടെ മലബാറിലൊക്കെ ഈ പറയുന്ന 22 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിന് വിജയിപ്പിക്കാൻ മറ്റൊരു മതത്തിൽ നിന്ന് ഒരാളെ പോലും കിട്ടിയില്ല. ഒരാളെങ്കിലും. ലളിതമായ ചോദ്യം. ഇവരാണ് വലിയ കോപ്പിലെ മതേതരൊക്കെ പറഞ്ഞു വരെ ഇങ്ങനെ രംഗത്തെത്തും. ഇപ്പൊ ക്ലാസ് എടുക്കുക. സമധാനി രംഗത്തെത്തിയിട്ട് മതം വിറ്റ് അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ള വ്യക്തിയൊക്കെ വലിയ മതേതരം ഇങ്ങനെ തുളുമ്പിക്കുക, ഇങ്ങനെ വലിച്ചെറിയുന്നത് കാണാം. ഇത് കേട്ട് കുറെ മൊണ്ണകൾ കൈയടിക്കാനോ? യഥാർത്ഥത്തിൽ ഈ പറയുന്ന സമധാനി പ്രസംഗിച്ചതൊക്കെ പറയാൻ എന്തെങ്കിലും അർഹത ഈ പറയുന്ന സമധാനിക്കേണ്ടത് മലയാളികൾ ലളിതമായിട്ട് ചിന്തിച്ചു നോക്കേണ്ടതാ. ഈ ലീഗിനെയൊക്കെ പൊതുസമൂഹം അംഗീകരിക്കുന്നതൊക്കെ അവസാനിപ്പിക്കണം. ഒരു തർക്കമില്ലാത്ത വിഷയ. ഇവരിങ്ങനെ രംഗത്ത് വന്നിട്ട് വലിയ രീതിയിൽ ക്ലാസ് എടുക്കും, വലിയ മതേതര ക്ലാസ് എടുക്കും. മതത്തെ രാഷ്ട്രീയം ഹൈജാക്ക് ചെയ്യുന്നു, സംസ്കാരത്തെ എന്തോ ചെയ്യുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയും, തോന്നിയത് വിളിച്ചു പറയൂ. എന്നിട്ട് ഇവരൊക്കെ വലിയ സംഭവമാക്കി ഇവർക്ക് ഇങ്ങനെ കുറെ മൊണ്ണകൾ കൈയടിക്കാനോ?
സകല മലയാളികളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ പറയാൻ ഈ സമധാനിക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ? പാലക്കാട് തങ്ങൾ മുതൽ ലീഗിന്റെ അവസാനത്തെ ബൂത്ത് പ്രസിഡന്റ് വരെ, ബൂത്തിലെ അംഗ വരെ നമ്മുടെ കേരളത്തിൽ മതം പറഞ്ഞല്ലേ വോട്ട് പിടിക്കുന്നത്? മതം 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 എന്ന് മാത്രം വിളിച്ചു പറഞ്ഞവർ ഇന്ന് കേരളത്തിലെ മന്ത്രിയല്ലേ? സമുദായത്തിന് വേണ്ടി പോരാട്ടം നയിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആൾ ഇന്ന് മന്ത്രിയല്ലേ? അവരെ ഒന്നും അടക്കി നിർത്താതെ സമധാനിയൊക്കെ പൊതുസമൂഹത്തിന് ക്ലാസ് എടുക്കുന്ന തരത്തിൽ പ്രസംഗങ്ങളാ വലിയ സംഭവമാക്കി നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നു, മനോരമയിലൊക്കെ വന്നിട്ടുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതൊക്കെ വലിയ സംഭവമാക്കിയാണ് ആളുകൾ വാർത്ത കൊടുക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. ഈ പറയുന്ന സമധാനിക്കോ മുസ്ലിം ലീഗിലെ ഏതെങ്കിലും ഒരു തൂക്കടാ നേതാവിനെങ്കിലോ ഇതൊക്കെ വിളിച്ചു പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? മതത്തെ അങ്ങനെ രാഷ്ട്രീയം ചെയ്യുന്നു, രാഷ്ട്രീയം അങ്ങനെയാക്കുന്നു. ഈ മതം ഉണ്ടായത് കൊണ്ട് മാത്രം നേതാവായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ? അതുകൊണ്ട് മാത്രം MP ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ? അതുകൊണ്ട് മാത്രം നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ ചെയ്തു കൂട്ടി ലീഗ്? എന്നിട്ട് ലീഗ് മതേതരത്വം ഇതിന് കയ്യടി. ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ലീഗ് മതേതരക്കാരാണ്. അതേ സമയത്ത് BJP എന്തോ ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ എവിടെയെങ്കിലും മതത്തിന്റെ പേരുണ്ടോ? അതിൽ ക്രിസ്ത്യാനി ആയിട്ടുള്ള ആള് മന്ത്രി ആയിട്ടില്ലേ? കേന്ദ്രമന്ത്രി ആയിട്ടില്ലേ? അതിൽ മുസൽമാനായിട്ടുള്ള ആള് നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ഉൾപ്പെടെ ആയിട്ടുള്ളേ? അതിൽ നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തേക്ക് APJ അബ്ദുൽ കലാമിനെ വരെ നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തേക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനത്തേക്ക് ഇരുത്തിയിട്ടില്ല ഇന്ത്യൻ മുസൽമാനെ. ഭാരതീയ ജനതാ പാർട്ടിയെ പറയുമ്പോൾ ഇവിടെ എല്ലാ ആളുകൾക്കും വലിയ വർഗീയതയോ എന്ന് അതേ നാവ് കൊണ്ട് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ മത്സരിച്ച് മുസ്ലിം ലീഗിന് കൈയടിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗല്ലേ പച്ച വർഗീയവാദികൾ? മതത്തിന്റെ പേരിൽ മാത്രം 22 MLA-മാരെ വിജയിപ്പിച്ചെടുത്തു, 5 മന്ത്രിമാരും അതേ സ്ഥലത്ത്. അതിൽ സമുദായത്തിന് വേണ്ടി എന്ത് വിധേനയും ഏത് വിധേനയും കഴിഞ്ഞ നഷ്ടപ്പെട്ട വർഷങ്ങൾ സമുദായത്തിന് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ ആളെ പിടിച്ച് മന്ത്രിയാക്കി. അപ്പോ ഇപ്പോഴും പറയുന്നു ലീഗ് എന്തോ, ലീഗ് ഒരു കോപ്പില മതേതരത്വമില്ല. ലീഗ് പച്ച വർഗീയ പാർട്ടിയാണ്. ഈ പറയുന്ന വന്ദേ മാതരത്തെ എതിർക്കുന്നത് ലീഗാണ്. വന്ദേ മാതരത്തെ കോൺഗ്രസിലെ മുസ്ലിം ലീഡേഴ്സ് പോലും അംഗീകരിച്ച് രംഗത്ത് വരുന്നുണ്ട്. BRM ഷഫീർ കൃത്യമായിട്ട് രംഗത്തെത്തിയിട്ട് വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കുമെന്ന് നിരന്തരം പറയുന്നു. അതേസമയം മുസ്ലിം ലീഗ് ഒന്നടങ്കം പറയുന്നു വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കരുത്. പണ്ട് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം രൂപീകരിച്ച മുസ്ലിം ലീഗ് എന്തായിരുന്നോ വന്ദേ മാതരത്തിനെതിരെ എടുത്തത് അതേപോലെ നിലപാടാണ് ഇന്നത്തെ മുസ്ലിം ലീഗും നമ്മുടെ കേരളത്തിൽ എടുക്കുന്നത്. അതിന്റെ വക്താവൊക്കെ പച്ചക്ക് വിളിച്ചു പറയുന്നുണ്ടല്ലോ വന്ദേ മാതരം ഒരിക്കലും പൂർണ്ണമായിട്ട് ആലപിക്കരുത് എന്നൊക്കെ. ആ വന്ദേ മാതരത്തിൽ ഒരു സ്ഥലത്ത് പോലും മറ്റൊരു മതത്തിനെതിരെ ഒരക്ഷരം പറയുന്നില്ല. എന്നിട്ട് വന്ദേ മാതരം പൂർണ്ണമായിട്ട് പാടില്ല. അങ്ങനെ ഓരോ വിഷയം എടുത്തു നോക്കിയാലും ലീഗ് എത്രത്തോളം വർഗീയ പാർട്ടിയാണ് എന്നുള്ളത് വ്യക്തല്ലേ? എന്നിട്ട് സമധാനിയെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കോപ്പിലെ പ്രസംഗമായിട്ട് രംഗത്ത് വരുമ്പോൾ അതിനും കൈയടിക്കാൻ കുറെ മരമൊണ്ണകള്. ഇതൊക്കെ ആദ്യം സമധാനി ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് പാലക്കാട് തങ്ങളെയാണ്. തങ്ങൾ പ്രസംഗിച്ചത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയും. ഈ സമധാനിയും ഈ പറയുന്ന ലീഗൊക്കെ എന്തു മതേതരത്വം പറഞ്ഞാലും അവർ യഥാർത്ഥ വർഗീയവാദികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.